ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ധന്യമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2025 ജൂൺ മാസം 5-ാം തീയതി വ്യാഴാഴ്ച കാണുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമുക്കേവർക്കും നൽകിയതിനായി നമുക്കൊന്നിച്ചു ചേർന്ന് സർവശക്തനായ ദൈവത്തെ വാഴ്ത്താം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 2 വേഴ്സ് 7 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ട് വന്നിട്ടില്ല. വയോവൃദ്ധനായ മോശ ഇസ്രയേൽ പ്രഭുക്കന്മാരെ എല്ലാം കൂട്ടിവരുത്തി തന്റെ ജനത്തെ വിളിച്ചിറക്കിയത് മുതൽ എത്തിച്ചേർന്ന സകല കാര്യങ്ങളെയും ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിച്ച് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതാണല്ലോ ആവർത്തന പുസ്തകത്തിന്റെ ഇതിവൃത്തം. അങ്ങനെ മോശ കഴിഞ്ഞകാല ചരിത്രം ഇസ്രയേൽ പ്രഭുക്കന്മാരോട് പറയുകയാണ്. സേയീർ പർവ്വതത്തിന് ചുറ്റി നടന്നത് മതി. തുടർന്ന് അവർ യാത്ര പുറപ്പെടുവാൻ ദൈവം അവരോട് പറയുകയാണ്: യാക്കോബിന്റെ സന്തതികളെ, സേയീർ ഞാൻ ഏശാവിന് കൊടുത്തിരിക്കുകയാണ്. ആ അവകാശത്തിൽ നിങ്ങൾക്ക് ഒട്ടും ഇടയില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ നടത്തും, പരിപാലിക്കും. അങ്ങനെ ദൈവം തന്റെ ജനമായ ഇസ്രയേലിനെ പരിപാലിക്കുന്നു, നടത്തുന്നു. ഇന്നത്തെ വാഗ്ദത്ത വചനമായ ആവർത്തനം 2:7 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ സകല കൈകളുടെ പ്രവൃത്തിയിലും ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ്. 2, നിങ്ങളുടെ ഈ യാത്രയെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. 3, കഴിഞ്ഞ 40 വർഷത്തെ യാത്രയിൽ നിങ്ങൾക്കൊന്നിനും മുട്ട് വന്നിട്ടില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ജീവജലത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന 2ാമത്തെ ഭാഗമാണ്. നിങ്ങൾ ഈ മഹാമരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്നത് ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, മരുഭൂമി എന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അത് ഇന്ന് ആ നിലയിലാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒരു വിധത്തിലും മരുഭൂമി സുഖകരമായ ഒരു കാര്യമല്ല. എന്നാൽ ആ മരുഭൂമിയിൽ കൂടെ തന്റെ ജനം യാത്ര ചെയ്തത് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നമ്മളൊക്കെ ജീവിതത്തിന്റെ വഴിത്താരയിൽ ചില മരുഭൂമിയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസ സംബന്ധമായി, ജോലി സംബന്ധമായി, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ സംബന്ധമായി, സാമ്പത്തിക കാര്യങ്ങളിൽ കൂടെ, പ്രിയപ്പെട്ടവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ, രോഗകാര്യങ്ങളിൽ, കടബാധ്യതകളിൽ, നിയമക്കുരുക്കുകളിൽ, ഇവിടെയൊക്കെ ചില മരുഭൂമിയുടെ കയറ്റ ഇറക്ക, ദാരിദ്ര്യ
ജലമില്ലായ്മ, പ്രതികൂല മണൽക്കാറ്റുകൾ, തീക്കാറ്റുകൾ, വിഷമേറിയ പാമ്പുകൾ, വെള്ളമില്ലായ്മ, എന്ത് ചെയ്യണമെന്നറിയാതെ ദിക്കറിയാത്ത അവസ്ഥകൾ, ഇവയൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരവരുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കുക. പലപ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, എങ്ങനെ വെക്കണമെന്നറിയാതെ ദിക്ക് തേടി നിന്നിട്ടില്ലേ? ദാരിദ്ര്യമേറിയ ജീവിതത്തിന്റെ അനുഭവം വന്നിട്ടില്ലേ? സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടില്ലേ? മണൽക്കാറ്റുപോലെ, തീക്കാറ്റുപോലെ അറിയാത്ത ചില പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചില്ലേ? മരുഭൂമിയിലെ വിഷപ്പാമ്പ് പോലെ കൂടെ നിന്നവർ നമുക്കെതിരെ വിഷം ചീറ്റിയില്ലേ? മണ്ണ് മൂടുന്നത് പോലെ ചില പ്രതികൂലങ്ങൾ നമ്മെ മൂടിയില്ലേ? കൂടാരം പോലെ അടിക്കുന്ന താൽക്കാലിക കൂടാരങ്ങൾ കാറ്റുകൊണ്ട് ചിതറിപ്പോയില്ലേ? നാം കരുതിയത് പലതും പോയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആറ്റുനോറ്റ് പരിപാലിച്ച് വളർത്തിയ ആൺമക്കൾ, പെൺമക്കൾ നമ്മെ വിട്ട്, ഭവനം വിട്ട്, നമ്മുടെ കൺട്രോള് വിട്ട് പോയില്ലേ? അവരവർ നോക്കുക. ഇതുപോലെയുള്ള മരുഭൂമിയുടെ അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ചിലരെങ്കിലും ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരോടെ നിങ്ങൾ ഓർക്കുകയായിരിക്കും, ദൈവദാസനെ, ഇന്നും എന്റെ ജീവിതത്തിൽ ചില മരുഭൂമികളുണ്ട്. എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു വലിയ ആശ്വാസകരമായ ദൂത് പറയുന്നു. സഹോദര, സഹോദരി, താങ്കൾ ഇന്ന് കടന്നു പോകുന്ന മരുഭൂമി സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിട്ടുണ്ട്. തമ്പുരാൻ അറിഞ്ഞിട്ടാണ് ഈ മരുഭൂമി നിങ്ങൾ നടന്ന് അക്കരെ എത്തുന്നത്. പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ നാടിനാണെന്നുള്ളത് മറക്കരുത്. സഹോദരങ്ങളെ, ഇന്നിന്റെ മരുഭൂമി മാറും, നിന്ന മാറും, പരിഹാസം മാറും, ദാരിദ്ര്യം മാറും, സാമ്പത്തിക ക്ലേശം മാറും, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ മാറും. നിങ്ങളിന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും മാറി നിങ്ങൾ ചേരേണ്ട കനാൻ നാട്ടിൽ എത്തും. പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. മോശ പറയുകയാണ്, നിങ്ങളെ നയിക്കുന്ന ഞാൻ കനാൻ നാട്ടിൽ എത്തുകയില്ല, പക്ഷേ നിങ്ങളെ കനാൻ നാട്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് ദൈവം ജീവിക്കുന്നു. ആ ദൈവം വാക്കുമാറാതെ നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. ആ ദൈവമാണ് പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന മരുഭൂമി ദൈവം അറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള യാത്രയിൽ 41 സ്ഥലങ്ങളിലായി കൂടാരമടിച്ചുള്ള നിങ്ങളുടെ യാത്ര ഒരു മുട്ടും വരാതെ പരിപാലിച്ച ഒരു ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവവിളി കേട്ട് ആ വചനത്തിന് ചുമൽ കൊടുത്ത് ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ കണ്ണുനീര് ഒരിക്കലും വെറുതെ പോവുകയില്ല. നിങ്ങളുടെ ഉപവാസം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ കടന്നുപോയ മരുഭൂമിയുടെ അനുഭവങ്ങൾ, അവയെല്ലാം നാളെയുടെ ഹല്ലേലൂയ വലിയ നന്മയുടെ ദിനങ്ങളാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും നിങ്ങളുടെ അമ്മ ഓടി നടന്ന് പ്രാർത്ഥിച്ചതിന്റെയാണ്, കണ്ണുനീരൊഴുക്കിയതിന്റെയാണ്. ഒരുപക്ഷെ ഭർത്താവ് അറിയാതെ, വീട്ടിലറിയാതെ മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ച അമ്മയുടെ കണ്ണുനീർ വീട്ടിൽ കിടക്കുന്നിടത്തോളം കാലം പ്രിയ സഹോദര, നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല. പ്രിയ പിതാവിന്റെ കണ്ണുനീർ നിങ്ങളുടെ കുടുംബത്തിലുള്ളിടത്തോളം കാലം ഒരു ദോഷവും വരികയില്ല. അതുകൊണ്ട് മോശ പറയുകയാണ്, നിങ്ങൾ കടന്നുപോയ മരുഭൂമി ദൈവം അറിഞ്ഞിരിക്കുന്നു. അതെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന മരുഭൂമിക്ക് സമാനമായ ജീവിതത്തിന്റെ വെല്ലുവിളികൾ
പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഇതിനൊരു അറുതിയുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് എന്നും മരുഭൂമി അല്ല, എന്നും കയറ്റമല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പഴിയും നിന്നയും ദുഷിയുമല്ല, എന്നും രോഗവും ദുഃഖവും ആശുപത്രിയുമല്ല, എന്നും പരാജയമല്ല. നമുക്ക് ഒരു മറുകരയുണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു കനാൻ നാടുണ്ട്. പക്ഷേ ഈ മരുഭൂമി താണ്ടിയെങ്കിൽ മാത്രമേ ആ കനാൻ നാട്ടിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ കനാൻ നാട് ഓർക്കുക, ഇന്നത്തെ വചനം പറയുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മെ അറിയുകയും നമുക്കൊരു മുട്ടും വരുത്താതെ നടത്തുകയും ചെയ്യുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ഇസ്രയേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായ ജീവിക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും അറിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഉറപ്പോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. അതുകൊണ്ട് ജീവജനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവജനമേ, നമ്മെ ദൈവം അറിഞ്ഞിരിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന വേദനയുടെ, കണ്ണുനീരിന്റെ, തീച്ചൂളയ്ക്ക് സമമായ മരുഭൂമിയുടെ അവസ്ഥകൾ ആരോടും പറയാത്തത്, പറഞ്ഞിട്ടില്ലാത്തത്, പറയാൻ പറ്റാത്തത്, പറഞ്ഞാൽ മനസ്സിലാകാത്തത് തമ്പുരാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. ജീവജലം ശ്രമിക്കുന്ന സകലരെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മരുഭൂമി സമാനമായ ജീവിതത്തിന്റെ യാത്ര തമ്പുരാൻ അറിയട്ടെ, ഏറ്റെടുക്കട്ടെ. എല്ലാ മുട്ടുകളും തീർത്ത് ഹല്ലേലൂയ ക്ഷേമമായി, സന്തോഷമായി, സമൃദ്ധിയായി ഇന്ന് പകൽ കർത്താവ് നടത്തി പരിപാലിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, തന്റെ ജനമായ ഇസ്രായേൽ ജനത്തെ വിളിച്ച് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുവാൻ വേർതിരിച്ച് അവരുടെ വഴി തിരിച്ചു വിട്ടുവെങ്കിൽ അവരെ ഒറ്റയ്ക്ക് വിട്ട ദൈവമല്ല, അവരുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹമാക്കുകയും അവരുടെ വഴിയാത്രയെ പൂർണ്ണമായി അറിയുകയും ചെയ്ത ഒരു ദൈവം. മരുഭൂമിയുടെ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞ് ഹല്ലേലൂയ 40 വർഷക്കാലം ഒരു മുട്ടും വരുത്താതെ അവരെ നടത്തിയ ഒരു ദൈവം ഇന്നും ജീവിക്കുക. സ്തോത്രം. അപ്പൊ ഈ പ്രഭാതത്തിൽ ചില ജീവിതങ്ങൾ മരുഭൂമിക്ക് സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നു. അവർ പുറത്തത് കാണിക്കുന്നില്ല, പുറത്താരോടും പറയുന്നില്ല. എന്നാൽ അവരുടെ ഉള്ള മരുഭൂമിക്ക് സമാനമാണ്. ചുട്ടുപൊള്ളുന്ന വേനലിന്റെയും തീക്കാറ്റിന്റെയും മണൽക്കാറ്റിന്റെയും ഒക്കെ അനുഭവമാണ്. അപ്പനവരെ അറിയണമേ, അവരുടെ മുട്ടുകളെ മാറ്റണമേ. ഇന്നത്തെ ദിനം വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, നന്മയുടെ ദിനമായി അവരുടെ കുഞ്ഞുങ്ങൾ എവിടെ ആയിരിക്കുന്നോ അവിടെ അവരെ പരിപാലിക്കണമേ. അവർ പരീക്ഷയിലായിരിക്കാം, ജോലിയിലായിരിക്കാം, ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങളിലായിരിക്കാം, ആരോഗ്യ സംബന്ധമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അവരുടെ ഭാവി സംബന്ധമായിരിക്കാം. സകലതിലും അവിടുന്ന് അറിഞ്ഞ് ഇടപെട്ട് അവരുടെ മുട്ടുകളെ തീർത്ത് അനുഗ്രഹമാക്കി സ്വർഗത്തിലെ നന്മകളാൽ നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇന്നത്തെ വാഗ്ദത്ത വചനം ജീവജലം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും, നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളിലും അതുപോലെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ എന്തൊക്കെ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു? ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ കടലുകൾക്കപ്പുറമായിരിക്കാം, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മൈലുകൾക്കപ്പുറമായിരിക്കാം. എവിടെയാണെങ്കിലും അവരെ അറിഞ്ഞ് അവരുടെ മുട്ട് തീർത്ത് ഹല്ലേലൂയ അവരുടെ കൈകൾക്ക് അനുഗ്രഹം നൽകി ഇന്നത്തെ ദിനം വിടുതലിന്റെ, സന്തോഷത്തിന്റെ,
നന്മയുടെ ദിനമായി ദൈവകൃപയോടെ ഏവരെയും പരിപാലിക്കട്ടെ. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.